ഒമാൻ പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത ബെൽ ഐക്കൺ ബട്ടൺ ഇനേബിൾ ചെയ്യൂ. ഒമാൻ പ്രവാസി മീഡിയ ഒമാൻ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നജില ഷിബിൻ. മൂവർണ്ണ തിലക്കത്തിൽ ഒമാൻ ദേശീയ ദിനം ആഘോഷിച്ചു. 50ാം ദേശീയ ദിനം ഒമാൻ അത്യാഹ്ലാദത്തോടെ ആഘോഷിച്ചു. കോവിഡ് നിഴലിൽ കാര്യമായ പൊലിമകൾ ഇല്ലാതെയായിരുന്നു ആഘോഷം. മുൻകാലങ്ങളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നിരുന്ന സ്കൂളുകളിൽ ഇക്കുറി ഒരു പരിപാടികളും ഉണ്ടായിരുന്നില്ല. സ്വദേശികൾ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ ചെറിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ മാത്രമാണ് സംഘടിപ്പിച്ചത്. ദേശീയ ദിനത്തിന്റെ പ്രധാന ആകർഷണമായ സൈനിക പരേഡ് ഉണ്ടായിരുന്നില്ല. രാത്രി 8 മുതൽ അമരാത്ത്, സീബ്, ദോഫാർ മുനിസിപ്പാലിറ്റി എന്റർടൈൻമെന്റ് സെന്റർ എന്നിവിടങ്ങളിൽ നടന്ന കരിമരുന്ന് പ്രയോഗം വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയത്. കോവിഡ് മുൻകരുതൽ നടപടികൾ പാലിച്ച് വാഹനങ്ങളിൽ ഇരുന്നാണ് ആളുകൾ വെടിക്കെട്ട് വീക്ഷിച്ചത്. ദേശീയ ദിനത്തിന്റെ ഭാഗമായി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അതിന്റെ ഭാഗമായാണ് 50ാം ദേശീയ ദിനാഘോഷം പരിമിതപ്പെടുത്തിയതെന്നും സുൽത്താൻ പറഞ്ഞു. സുൽത്താൻ കാബൂസ് ബിൻ സഈദിന്റെ അറിവും നിപുണതയും വിശ്വസ്തരായ ജനങ്ങളുടെ ത്യാഗ മനോഭാവവും കൊണ്ടാണ് ഒമാൻ മുൻകാലങ്ങളിലെ വെല്ലുവിളികൾ മറികടന്നത്. ഒമാൻ എന്നത് നമുക്കും ഭാവി തലമുറയ്ക്കും അഭിമാനവും പ്രൗഢിയും നൽകുന്ന ഒന്നായി തുടരുക തന്നെ ചെയ്യും. ഒമാന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികൾക്കും വികസനത്തിന്റെ ഗുണഫലങ്ങൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സുൽത്താൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇതുവരെ തുടർന്നു വന്ന തത്വങ്ങളും മൂല്യങ്ങളും തന്നെയാകും രാജ്യത്തിന്റെ ഭാവി കാലത്തിനും അടിസ്ഥാനമാവുക. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോവുക. ഒമാൻ വിഷൻ 2040 അടിസ്ഥാനമാക്കിയുള്ള ഭാവി വികസന സ്വപ്നങ്ങളുടെ പ്രധാന അടിസ്ഥാനം ഇതാണെന്നും സുൽത്താൻ ഹൈത്തം പറഞ്ഞു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദേശീയ ദിന ആശംസകൾ നേർന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന് ദേശീയ ദിനാശംസകൾ നേർന്നു. ഒമാനുമായി വിവിധ മേഖലകളിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പരസ്പര വിശ്വാസത്തിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമാണ് ഇന്ത്യയും ഒമാനും തമ്മിലെ ബന്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ നേതൃത്വത്തിലുള്ള ഒമാന്റെ വികസന കുതിപ്പിൽ ഇന്ത്യ എന്നും വിശ്വസ്തനായ പങ്കാളിയായിരിക്കും. സമാധാനത്തിന്റെയും ആഗോള നയതന്ത്രജ്ഞതയുടെയും പ്രതീകമായിരുന്നു സുൽത്താൻ കാബൂസ് എന്നും നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ട്വിറ്ററിലും ആശംസകൾ നേർന്നു. 50ാം ദേശീയ ദിനം ആഘോഷിച്ച് ഗൂഗിൾ ഡൂഡിലും ക്രോം ബ്രൗസറിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ഒമാൻ ദേശീയ പതാക വെച്ചാണ് ഗൂഗിൾ രാജ്യത്തിന്റെ സന്തോഷ ദിനത്തിൽ പങ്കുചേർന്നത്. പതാകയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പരിപാടികൾ, വീഡിയോകൾ, ചിത്രങ്ങൾ തുടങ്ങിയവയുടെ വെബ്സൈറ്റുകളിലേക്ക് എത്തുന്ന വിധത്തിലായിരുന്നു ക്രമീകരണം. കോവിഡ് ബാധിച്ച് ഒമാനിൽ 10 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 1360 ആയി. സ്വദേശികളുടെ മരണസംഖ്യ 1000-ന് മുകളിൽ എത്തിയിട്ടുണ്ട്. 411 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 1,21,129 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 568 പേർ കൂടി രോഗമുക്തരായി. 1,12,014 പേർക്കാണ് ഇതോടെ രോഗം ഭേദമായത്. 92.5% രോഗമുക്തി നിരക്ക്. 29 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 274 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ ഉള്ളത്. ഇതിൽ 128 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പുതിയ രോഗികളിൽ 204 പേരും മസ്കറ്റ് ഗവർണറേറ്റിൽ ഉള്ളതാണ്. ഇതിൽ 65 പേരും ബോഷറിലാണ്. സീബ് 57, മസ്കറ്റ് 45, മത്ര 25, അമരാത്ത് 9, കൊറിയാത്ത് 3 എന്നിങ്ങനെയാണ് മറ്റു വിലായത്തുകളിലെ രോഗികളുടെ എണ്ണം. വടക്കൻ ബത്തിനിയാണ് രോഗികളുടെ എണ്ണത്തിൽ രണ്ടാമതുള്ള ഗവർണറേറ്റ്. ഇവിടുത്തെ 57 പേരിലും 45 പേരും സോഹാറിലാണ്. ദാക്കിലിയ 41, ദോഫാർ 30, തെക്കൻ ബത്തിന 20, ദാഹിറ 14, അൽവുസ്ത 14, വടക്കൻ ഷെർക്കിയ 13,
തെക്കൻ ഷർക്കിയ 13, ബുറൈമി 4, മുസന്തം 1 എന്നിങ്ങനെയാണ് മറ്റ് ഗവർണറേറ്റുകളിലെ രോഗികളുടെ എണ്ണം. ഒമാന്റെ 50ാം ദേശീയ ദിനത്തെ വരവേൽക്കാൻ സംഗീത ആൽബങ്ങളുമായി മലയാളി കലാകാരന്മാർ. വർഷങ്ങളായി മെച്ചപ്പെട്ട ജീവിതവും സ്വച്ഛമായ അന്തരീക്ഷവും ഒരുക്കിത്തന്ന ഒമാനെയും ഒമാൻ ഭരണാധികാരി ആയിരുന്ന സുൽത്താൻ കാബൂസിനെയും നിലവിലെ ഭരണാധികാരി ഹൈത്തം ബിൻ താരിഖിനെയും പ്രകീർത്തിക്കുന്ന സംഗീത ആൽബങ്ങളാണ് ദേശീയ ദിനത്തോടെ അനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത്. ഇവയിൽ പലതും വൈവിധ്യമായ സംഗീതവും ആലാപന മികവും പുലർത്തുന്നവയാണ്. ഒമാന്റെ മനോഹരമായ ദൃശ്യഭംഗിയും ഈ ആൽബങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒമാൻ കറൻസി നിന്ദിച്ച 2 പേർക്കെതിരെ നടപടി. സ്വദേശി പൗരനും മറ്റൊരു അറബ് പൗരനുമാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. സ്വദേശിക്ക് 2 മാസവും 10 ദിവസവും തടവും 1300 റിയാൽ പിഴയുമാണ് ശിക്ഷ. അറബ് പൗരന് 4 മാസം വരെ തടവും 1000 റിയാൽ പിഴയും മസ്കറ്റ് പ്രാഥമിക കോടതി ശിക്ഷ വിധിച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഇയാളെ 3 വർഷത്തേക്ക് ഒമാനിൽ നിന്ന് നാടുകടത്തും. പ്രതികളുടെ മൊബൈൽ ഫോൺ അധികൃതർ പിടിച്ചെടുത്തു. സ്നാപ്ചാറ്റ് സാമൂഹിക മാധ്യമം വഴിയാണ് ഒമാൻ കറൻസി അപമാനിക്കുന്ന വീഡിയോ ഇവർ പ്രചരിപ്പിച്ചതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. രാജ്യത്തെ ആദ്യ ധനവിനിമയ സ്ഥാപനമായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ദേശീയ ദിനം സംഘടിപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചു നടന്ന ലളിതമായ ചടങ്ങിൽ സ്ഥാപനത്തിലെ സ്വദേശി ജീവനക്കാർ കേക്ക് മുറിച്ചു. 50 വർഷ ചരിത്രത്തിൽ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചിന് രാജ്യത്തെ ഭരണാധികാരികൾ, ജനങ്ങൾ, ധനകാര്യ മന്ത്രാലയം, സെൻട്രൽ ബാങ്ക് എന്നിവ നൽകിയ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതായും ഒമാന്റെ വളർച്ചയ്ക്ക് ഇനിയും പിന്തുണ നൽകുമെന്നും ജനറൽ മാനേജർ സുബിൻ ജെയിംസും ഓപ്പറേഷൻ മാനേജർ ബിനോയ് സൈമൺ വർഗീസും പറഞ്ഞു. കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷപ്പെടുത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ്. തെക്കൻ ബത്തിന ഗവർണറേറ്റിൽ റുസ്താഖ് വിലായത്തിലാണ് സംഭവം. വാദി ബിൻ ഗാഫിർ പ്രദേശത്ത് 15 വയസ്സുള്ള കുട്ടി കാൽ തെന്നി കിണറിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വാട്ടർ റെസ്ക്യൂ വിഭാഗം കുട്ടിയെ രക്ഷപ്പെടുത്തി. കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അധികൃതർ അറിയിച്ചു. കായംകുളം ഗ്ലോബൽ വിംഗ് തിരുനബി അനുപമ വ്യക്തിത്വം എന്ന ശീർഷകത്തിൽ നടത്തിയ സ്വലാത്ത് കാമ്പയിനിൽ ആഗോള അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനവും ഒമാനിൽ നിന്ന് 1ാം സ്ഥാനവും കരസ്ഥമാക്കി സക്കീർ ഹുസൈൻ വിജയിയായി. ഒമാൻ ICF നാഷണൽ പ്രസിഡന്റ് ഷെഫീഖ് ബുഖാരി സക്കീർ ഹുസൈന് ഉപഹാരം സമ്മാനിച്ചു. ഒമാന്റെ മഹത്തായ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തെ അഭിനന്ദിച്ച് ബ്രിട്ടീഷ് ചാൾസ് രാജകുമാരൻ. രാജ്യം മികച്ച മുന്നേറ്റങ്ങളും പുരോഗതിയും കൈവരിക്കുമ്പോഴും തങ്ങളുടെ മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിന് രാജ്യത്തിന് സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാൻ ബ്രിട്ടൻ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുൽത്താൻ കാബൂസ് ബിൻ സഈദിന്റെ ദീർഘവീക്ഷണമാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ വളർച്ചയ്ക്ക് നിർണായകമായതെന്നും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖും ഇതേ പാതയിൽ ആണെന്നും ചാൾസ് രാജകുമാരൻ പറഞ്ഞു. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ബ്രിട്ടനുമായുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചത്.